ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ്. നമ്മുടെ കഴിഞ്ഞ കോക്കനട്ട് സ്ക്രാപ്പറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ആക്സസറിയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ യൂസ്ഫുൾ ആകും. എന്നാൽ ശരി, നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ പിന്നീട് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഹാൻഡ് മിക്സർ. ഫിലിപ്സിൻ്റെ ഹാൻഡ് മിക്സർ ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഹാൻഡ് മിക്സർ വരുന്നത്. രണ്ട് ടൈപ്പിലാണ് ഇതിൻ്റെ ഹുക്സ് വരുന്നത്. ഒന്ന് ഈ ഒരു രീതിയിലും, ഇത് വന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ സാധാരണ ബാറ്ററൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അല്ലാതെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതുപോലൊരു ഹുക്കാണ്. ഇത് വന്നിട്ട് നീഡിങ് ഹുക്കാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ രണ്ടെണ്ണം വരുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത്. പക്ഷേ ഇതെനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല ഈ ഹുക്ക് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത്. അതിൻ്റെ പേരിൽ ഞാനിത് യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ കൈവച്ചിട്ട് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ ഇതിൽ കിട്ടുന്നില്ല. അതിൻ്റെ പേരിൽ ഞാനിത് അധികമായിട്ട് യൂസ് ചെയ്യാറില്ല. അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഹുക്ക് തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതിപ്പോൾ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ബ്ലെൻഡറാണ്. ഇതുവരെയും ഒരു കംപ്ലൈൻറ്റും ഇതിന് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഫിലിപ്സിൻ്റെ പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല, ഞാൻ യൂസ് ചെയ്യുന്നതും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഈ ബ്ലെൻഡർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. വളരെ ചെറിയ ടൈപ്പായിട്ടാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയാണ്. ലൈറ്റ് വെയ്റ്റും ആണ്. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 1 കിലോയുടെ വെയിറ്റ് ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ബ്ലെൻഡറിൽ ഇപ്പോൾ 5 സ്പീഡാണ് ഉള്ളത്. അതിൽ ഈ 0 വന്നിട്ട് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഓഫാണ്. ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റിൽ ഇട്ടാൽ മതിയാവും. ഈ ഫസ്റ്റ് സ്പീഡ് വന്നിട്ട് നല്ലതുപോലെ ലോവസ്റ്റ് ആയിട്ടാണ് അത് കറങ്ങുന്നത്. സെക്കൻഡ് വന്നിട്ട് കുറച്ചുകൂടി ഹൈ ആയിട്ട്, തേർഡ് വന്നിട്ട് ഒരു മീഡിയം സ്പീഡിലാണ് കറങ്ങുന്നത്. അപ്പോൾ 5 ആണ് നമ്മുടെ ഇതിലെ ഏറ്റവും കൂടിയ ഹയസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഒരു എക്സ്ട്രാ ഒരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ടർബോ സ്പീഡ് എന്നാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ യൂസ് എന്തെന്ന് വെച്ചാൽ നല്ല ഹൈ സ്പീഡിലാണ് ഇത് കറങ്ങുന്നത്. ആ ഒരു കാര്യമാണ് ഇതിലുള്ളത്. ഈ ടർബോ നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമല്ല, അത് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യണം, അങ്ങനെയാണ്. പിന്നെ വരുന്നത് ഈ ഒരു ബട്ടണാണ്. ഇത് വന്നിട്ട് പുഷിങ് ബട്ടൺ ആണ്. ഇത് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഹൂക്ക് നമുക്ക് റിലീസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ബ്ലെൻഡറിലേക്ക് ഈ ഹൂക്ക് വെക്കാനും വളരെ ഈസിയാണ്. ഇതിൽ ഇതുപോലൊരു ലോക്കിംഗ് വരുന്നുണ്ട്, ഈ ചെറിയ ലോക്കിങ്. ആ ലോക്കിങ് നോക്കി ഇതിലേക്ക് ഫിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഈ ഒരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ടും വെക്കാം. പിന്നെ നമുക്ക് ഇത് മാത്രം, ഈ ഒരെണ്ണം മാത്രം യൂസ് ചെയ്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണ നമ്മുടെ ക്യാപ്പച്ചീനൊക്കെ തയ്യാറാക്കിയില്ലേ, ആ ക്യാപ്പച്ചീനോ തയ്യാറാക്കിയ ടൈമിൽ ഈ ഒരൊറ്റ ബ്ലെൻഡർ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കപ്പിലൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണം മാത്രം യൂസ് ചെയ്താൽ മതിയാവും. അതാണ് ഈസി. കപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ 2 ബ്ലെൻഡർ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ക്യാപ്പച്ചീനോയുടെ വീഡിയോയിൽ ഞാനത് കറക്റ്റായിട്ട് ആ ക്യാപ്പച്ചീനോ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ ഈ ബ്ലെൻഡറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കൂടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ കണക്ഷൻ ചെയ്യാനായിട്ട് 2 പിൻ പ്ലഗ് ആണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് സ്പീഡ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ടർബോ സ്വിച്ച് ആണ്. അത് നല്ല ഹൈ സ്പീഡിലാണ് ബ്ലെൻഡ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഹാൻഡ് മിക്സർ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. സാധാരണ നമ്മൾ ഈ കേക്കൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് ഈ ഹാൻഡ് മിക്സർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേക്ക് തയ്യാറാക്കുമ്പോൾ മാത്രമല്ല, അതല്ലാതെ നമ്മൾ സാധാരണ ബാറ്ററൊക്കെ തയ്യാറാക്കില്ലേ, ഇപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതൊക്കെ കട്ടയില്ലാതെ വേണം നമുക്ക് ആ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ടൈമിലൊക്കെ ആ ബ്ലെൻഡ് ചെയ്ത് എടുക്കാനായിട്ട് ഒരുപാട് ഉപയോഗമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ആ ബാറ്ററിൽ വരുന്ന ആ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ബജ്ജി വയ്ക്കുമ്പോഴത്തേക്കും അതിലും കട്ടയുണ്ടാകും, കടലമാവൊക്കെ ചേർക്കുമ്പോഴത്തേക്കും അത് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാം. അതുപോലെയുള്ള ഈ ബാറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതെല്ലാം നമുക്ക് ഇത് വെച്ച് ബ്ലെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ചെറിയ ക്വാണ്ടിറ്റി അല്ല, ഇച്ചിരി വലിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈസി ആയിട്ട്. എനിക്കിത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഞാനത് പറഞ്ഞിരുന്നു. 1800 രൂപയ്ക്കാണ് ഞാനന്ന് വാങ്ങിയത്. ഇപ്പോഴും ഇത് ഓൺലൈനിലുണ്ട്. ഞാനത് ഓൺലൈൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം.
ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയാവും. അതിൽ നിന്ന് പർച്ചേസും ചെയ്യാം. ഈ കമ്പനി തന്നെ വാങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി വാങ്ങിയാൽ മതിയാവും. പക്ഷെ ഞാനിത് വാങ്ങിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും വരാത്തത് കൊണ്ടാണ് നിങ്ങളായിട്ട് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഈ ബ്ലെൻഡറിനെ കുറിച്ച് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ടിപ്സ് റിവ്യൂസ് ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ്.